ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പച്ചക്കുരുമുളക് ചേർത്ത ഒരു ചിക്കൻ റോസ്റ്റ് റെസിപ്പി പരിചയപ്പെടാം. പച്ചക്കുരുമുളക് ചേർത്ത് വെക്കുന്ന ഡിഷസിൻ്റെ ആ ഒരു ടേസ്റ്റിനെ കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആദ്യം എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. ചെറിയുള്ളിയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർക്കാം കേട്ടോ. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചെറിയുള്ളി ഉണ്ട്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, മല്ലിയില ഇതുപോലെ ചെറുതാക്കി ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചക്കുരുമുളക് ഒരു 2-3 ടേബിൾ സ്പൂൺ നമ്മളിപ്പോൾ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് കുറച്ച് മുഴുവൻ മസാലകൾ വേണം. ഒരു 2 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം, കുറച്ച് കറുകപ്പട്ട, ഏലക്കായ, കറിയാമ്പ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഫുള്ളായിട്ട് മസാലയായിട്ട് ചേർക്കുന്നത്. ഇതിൽ വേറെ പൊടികളൊന്നും നമ്മൾ വേറെ ചേർക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇവിടെ 300 ഗ്രാം ചിക്കനാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാ ചിക്കൻ ഉണ്ടല്ലോ, ഹോൾ ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളതിൽ നിങ്ങൾക്കിത് ചെയ്യാം. എൻ്റെ അടുത്ത് ബ്രസ്റ്റ് പീസേ ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഒരു 1/4 ഭാഗം കുറച്ചിട്ട് കൊടുത്താൽ മതി. അതിന് ഒരു ഇത്തിരി എടുത്തിട്ട് ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. ഫുള്ള് വെളുത്തുള്ളി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അതുപോലെ ഇഞ്ചി എടുത്തിട്ടുള്ളതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഞാനിപ്പോൾ ആ ജാറിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുരുമുളക്. അപ്പോൾ നിങ്ങളുടെ ചിക്കൻ്റെ എടുക്കുന്ന അളവനുസരിച്ച് വേണം കുരുമുളക് കൂട്ടുകയും കുറക്കൊക്കെ, എല്ലാ ഇൻഗ്രീഡിയൻസ് അതനുസരിച്ച് കൂട്ടുകയും കുറക്കൊക്കെ ചെയ്യണം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മല്ലിയില ആ ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. കറിവേപ്പില കുറച്ച് എടുത്ത് വെച്ചതും ഇട്ട് കൊടുത്തു. കറിവേപ്പില കുറവും മല്ലിയില കൂടുതലാണ് വേണ്ടത്. പിന്നെ നമ്മുടെ ഹോൾ സ്പൈസസ്, പെരിഞ്ജീരകം, ഗ്രാമ്പു, കറുകപ്പട്ടയൊക്കെ ഉണ്ടല്ലോ, അത് ഹോൾ സ്പൈസസിലേക്ക് ഇട്ട് കൊടുത്തു. വളരെ കുറച്ചെടുത്താൽ മതി കേട്ടോ. കറുകപ്പട്ടയും കറിയാമ്പും ഒക്കെ വളരെ കുറവ് മതി നമുക്കിതിലേക്ക്. പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, വെള്ളം ഒഴിക്കാതെ നിർത്തിയിട്ട് ഇത് നമുക്കിത് അരച്ചെടുക്കണം. ഞാനിപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു തരിതരിപ്പായിട്ടുള്ള രീതിയിലേക്കായിരിക്കും നമുക്ക് കിട്ടുക. കാരണം പച്ചക്കുരുമുളകും മല്ലിയിലൊക്കെ അരച്ചെടുത്തിട്ടുള്ള ഒരു മിക്സല്ലേ ഇത്. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറായി. ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ എടുക്കുക. ഈ ചിക്കനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അരപ്പ്, നമ്മൾ കുരുമുളകും മല്ലിയിലൊക്കെ കൂടി ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂൺ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഫുള്ളായിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഈ സമയത്ത് ചേർക്കരുത്. ആ ചിക്കനുമോ ഒന്ന് ഈ മസാല ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കണം, അത്രേ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ അരച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ ആ ഉപ്പ് പോരാണ്ടാവും. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം കൈ വെച്ചിട്ട് ആ മസാല നമ്മൾ ആ അരപ്പ് ചിക്കൻ മേക്കൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പുരട്ടി യോജിപ്പിക്കണം. നന്നായിട്ട് പുരട്ടി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇത് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോഴാണ് ആ കുരുമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് ചിക്കനുമേലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കുള്ളൂ. നേരത്തെ എടുത്തിട്ടുള്ള ബാക്കി ഉണ്ടായിരുന്നുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പേസ്റ്റ് ആക്കരുത്, ചതച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ചെറിയുള്ളി നന്നാക്കി വെച്ചതും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കണം കേട്ടോ, വേറെ ഓയിലൊന്നും ഉണ്ടാക്കിയ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഈ ഒരു റോസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പേസ്റ്റ് ആക്കരുതെന്ന്, ചതച്ചെടുക്കാനേ പാടുള്ളൂ. കാരണം ചതച്ച് ചേർക്കുമ്പോഴത്തൊരു ടേസ്റ്റും നമ്മൾ പേസ്റ്റ് ചേർക്കുന്നത് രണ്ടും ഡിഫറെൻ്റ് ആണ്. കാരണം കുറച്ച് ചിലതിന് നമ്മൾ ഇതുപോലെ ചതച്ച് ചേർക്കുന്നതാണ് നല്ലത്. അപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഈ വെളിച്ചെണ്ണയിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല ഇതാക്കൊന്നും വേണ്ട, ഇതുപോലെ നമ്മളൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളിയും അതുപോലെ തന്നെ ചതച്ച് ചേർക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞിട്ടാണ് ചേർത്തത്. ചതച്ച് ചേർക്കുമ്പോൾ ആ ഉള്ളിയുടെ ഒക്കെ ആ ഒരു നീരുണ്ടല്ലോ, അത് പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്രേവിയിലേക്ക് മിക്സ് ആവും. അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ കറി ടേസ്റ്റി ആവും. ഇനി നമുക്ക് ഈ ചേർത്തിട്ടുള്ള സവാള അല്ല ചെറിയുള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അങ്ങനെ ബ്രൗൺ ആക്കി വാട്ടിയൊന്നും എടുക്കണ്ട, ഇതുപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയാൽ മതി കേട്ടോ.
ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വേറെ പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. നമ്മൾ ഈ മഞ്ഞൾപ്പൊടി മാത്രമാണ് പൊടി ആയിട്ട് ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് അതിൻ്റെയും ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ഉള്ളിയുടെ കൂടെ കിടന്നിട്ട് ആ മഞ്ഞൾപ്പൊടിയും ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നോളും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നേരത്തെ നമ്മൾ കുരുമുളകും മല്ലിയിലൊക്കെ കൂടി അരച്ച് വെച്ചിട്ടുള്ള ആ മസാലയുണ്ട്. അതിൽ കുറച്ചും നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തു. മുഴുവനും നമ്മൾ ചിക്കനിലേക്ക് ചേർക്കാൻ പാടില്ല. ബാക്കിയുള്ളത് 1-2 ടേബിൾ സ്പൂൺ നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് ബാക്കിയുള്ള ആ ഒരു അരപ്പും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റുക. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റുക. അതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുത്തു ഇതിലേക്ക്. ഇനി ഇതെല്ലാതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി യോജിപ്പിക്കണം. അതായത് നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. ഈ ചിക്കനിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ കുക്ക്ഡ് ആകുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. ആ വെള്ളം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഇവിടെ റോസ്റ്റ് ആക്കാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള ചിക്കനാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. വലിയ പീസിൽ ചെയ്യുന്നതിനേക്കാൾ ചെറിയ പീസസാണ് ഇതിലേക്ക് ഇതുപോലെ റോസ്റ്റ് ചെയ്യാനായിട്ട് നല്ലത്. 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നമ്മൾ അരച്ചപ്പോൾ ചേർത്ത്, 1 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ വേറെ തക്കാളി ഒന്നും രസത്തിന് വേണ്ടി ചേർക്കുന്നില്ല. ഈ വിനെഗറിൽ നിന്നുള്ള ടേസ്റ്റ് തന്നെയാണ്. ഇനി നമ്മൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നിട്ട് നമുക്ക് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് വേണം ഇതൊന്ന് 2 മിനിറ്റ് ഫസ്റ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്യാനായിട്ട്. 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇതൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മളിതിൽ വേറെ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല. നമ്മളപ്പോൾ അതുകൊണ്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറക്കുക. ഇനി നമ്മൾക്ക് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. എന്നിട്ട് വേണം നമ്മളിതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്നു നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഒരു 6-7 മിനിറ്റ് ഞാനിത് കുക്ക് ചെയ്യാണ്. ഇപ്പോൾ ദേ നമ്മുടെ ചിക്കനൊക്കെ കുക്കായിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് വന്ന് ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തുറന്നിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ മസാല ചിക്കനിൽ ഉള്ള ആ ഒരു വെള്ളമൊക്കെ വറ്റി ഈ മസാല എല്ലാം ചിക്കന്മ പൊതിഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയുള്ളിയൊക്കെ ഒന്ന് വാട്ടി ഇട്ട് എടുത്താൽ മതി. നമ്മൾ സാധാരണ ചിക്കനിലേക്കൊക്കെ ചിലപ്പോൾ നമ്മൾ നല്ലോണം ഡാർക്ക് ബ്രൗണൊക്കെ ആയിട്ട് ഇങ്ങനെ മൊരിയിച്ചിട്ടെടുത്തൊക്കെ ആണ് നമ്മൾ ചെയ്യാറ് ചിലപ്പോൾ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഇതിൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ ഒരു ചെറിയുള്ളിയൊക്കെ ഒന്ന് വാടിയാൽ മതി. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് ചേർത്ത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടാവണം. ഈ ഒരു ചിക്കൻ കണ്ട ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി ചിക്കനുമൊക്കെ ആ ഒരു മസാലയൊക്കെ ഒന്ന് പൊതിഞ്ഞിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പച്ചക്കുരുമുളക്, പെരിഞ്ജീരകത്തിൻ്റെ, മല്ലിയിലയുടെ ഒക്കെ ആ ഒരു കോമ്പിനേഷനാണ്. നമ്മൾ വേറെ ഒരു പൊടികളോ ഒരു മസാലകളോ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല. പച്ചമുളകും ചേർത്തിട്ടില്ല, നമ്മൾ മുളക് പൊടിയും ചേർത്തിട്ടില്ല. ഈ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഈ ഒരു 3ൻ്റെ കോമ്പിനേഷൻ ചിക്കനുമായിട്ടുള്ളത് ഒരു അടാറ് ടേസ്റ്റ് തന്നെയാണ്. ഗ്രീൻ പെപ്പർ റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് പ്രത്യേകിച്ചും. കാരണം അധികം സ്പൈസി ഒന്നും അല്ലാതെ പച്ചക്കുരുമുളക് നമുക്ക് ശരീരത്തിനും നല്ലതാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ.